ഘടകകക്ഷികളെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച ഹൈക്കമാൻഡ് പ്രതിനിധികൾ നാളെ 4 മണിക്ക് ഇന്ദിരാഭവനിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മുൻപ് ഘടകകക്ഷികളെ കേൾക്കണമെന്ന് മുസ്ലിം ലീഗ് ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടിരുന്നു. MK ഷുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് അതിൻ്റെ വിശദ വിവരങ്ങൾ നൽകുന്നത്. ഷുക്കൂർ, ലീഗാണ് ഈ ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും ലീഗ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളെയും കാണാമെന്ന് കോൺഗ്രസ് AICCയുടെ നിരീക്ഷകർ തീരുമാനിക്കുന്നു. നാളെ 4 മണിക്കാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള പ്രോസസ്സിംഗിൽ ഈ ഘടകകക്ഷികളെ കാണുന്നത് എത്ര കണ്ട് നിർണായകമായിരിക്കും? സൈഫുദ്ദീൻ, മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികളെ നേരത്തെ തന്നെ കാണണമെന്നൊരു ആവശ്യം മുസ്ലിം ലീഗാണ് ആദ്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഫോണിൽ വിളിച്ചാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതിനടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 3 മണിക്കൂറുകൾക്ക് ശേഷം തന്നെ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്ത് ഘടകകക്ഷി നേതാക്കളെ വിളിച്ച് നാളെ 4 മണിക്ക് ഇന്ദിരാഭവനിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഏതാനും ഘടകകക്ഷി നേതാക്കളുമായി ബന്ധപ്പെട്ടു. എല്ലാവർക്കും തന്നെ അല്പസമയത്തിന് മുമ്പ് ഈ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഏതാനും ഘടകകക്ഷികളെല്ലാം തന്നെ 4 മണിക്ക് ഇന്ദിരാഭവനിൽ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് ഒരു റോള് വരാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം നിലവിൽ 3 പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിശ്രമിക്കുമ്പോഴും VD സതീശന് തന്നെയാണ് ഘടകകക്ഷികളുടെ പൊതുവായ പിന്തുണ ഉള്ളത്. അവരത് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള ഒരു അവസരമായി ഘടകകക്ഷികളെല്ലാം തന്നെ ഈ ഒരു അവസരം ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലെ അഭിപ്രായത്തിന് ശേഷം ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം കൂടി അറിയുന്ന മുറയ്ക്ക് സ്വാഭാവികമായും ഹൈക്കമാൻഡിന് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് ഘടകകക്ഷി നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശനെ പിന്തുണയ്ക്കുന്ന തങ്ങളുടെ നിലപാട് ഈ ഒരു യോഗത്തിൽ അറിയിക്കാൻ തന്നെയാണ് ഘടകകക്ഷി നേതാക്കളുടെ തീരുമാനം. MK ഷുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.